നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ വണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വണ്ണമൊക്കെ നന്നായിട്ട് കുറഞ്ഞു, പക്ഷേ വയറിൻ്റെ കാര്യത്തിൽ യാതൊരു രക്ഷയില്ല. വയർ അതുപോലെ തന്നെ ഇരിക്കുകയാണെന്നാണ് മിക്കവാറും ആൾക്കാർ നേരിട്ട് വരുമ്പോൾ പറയുന്നതും അതുപോലെ തന്നെ കമൻസ് ആയിട്ടും അയക്കാറുള്ളത്. അപ്പോൾ ഈ വയറ് കുറയ്ക്കാനായിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ എക്സസൈസ് ഫോക്കസ് ചെയ്യാം എന്നൊക്കെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എക്സസൈസിൻ്റെ കൂടെ തന്നെ നമുക്ക് ചില ആഹാരം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വയറ് കുറച്ച് പെട്ടെന്ന് കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ അത്തരത്തിൽ ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ജീരകത്തിനെ കുറിച്ച്. അതായത് നമ്മുടെ സാധാരണ ചെറിയ ജീരകം ഉണ്ടല്ലോ, ആ ജീരകം നമ്മളെ അതിന് വയറ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. വെയിറ്റ് ലോസിനോ അല്ലെങ്കിൽ ഫാറ്റ് റിഡക്ഷനോ കുറച്ച് സഹായിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ഈ വയറ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഒരുപാട് സൂപ്പർ ഫുഡുകളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡയറ്റിൽ ഒരു പ്രത്യേക രീതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബെലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഏതൊക്കെയാണ് അത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയാണ്. ഉലുവ പലപ്പോഴും നമ്മൾ നമ്മുടെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഉലുവ ഒരുപാടൊന്നും നമ്മൾ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. കുറച്ച് മീൻകറിയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉലുവ പൊടി ഇടാറുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ കറികളുടെ കൂടെ വളരെ കുറച്ച്. കാരണം ഉലുവയ്ക്ക് ചെറിയൊരു കയ്പ്പ് ഉള്ളത് കൊണ്ട് ആ രീതിയിൽ നമ്മൾ ഫുഡിൻ്റെ ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂട്ടത്തിൽ ഉലുവ കുറച്ച് കുറവാണ് ഉപയോഗിക്കുന്നത്. ബോധപൂർവം നമ്മൾ ഉലുവ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോളിൻ്റെ അളവിനെ ഇത് നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം കുറച്ച് പേർക്ക് വിസ്കോസിറ്റി, അതായത് ബ്ലഡിന് തിക്നെസ് കൂടുതലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ BP അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടാനുള്ള ഒരു സാധ്യതയും ഒക്കെ ചിലരിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സാധാരണ ആഹാരം ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ ഉലുവ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഇനി വയറ് കുറയ്ക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഉലുവ നമ്മളെ ബെലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. കാരണം ഇതിനകത്തൊരു ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. അത് ഗാലക്ടൈൻ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഒരു രീതിയിൽ കുറച്ചായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അത് ഒരു കാര്യമാണ്. ഇനി ഈ ഉലുവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ശരാശരി 1 ടീസ്പൂൺ ഉലുവ എന്നുള്ളൊരു കണക്ക് മതി. അതിന് മുകളിലൊന്നും വേണ്ട. 1 ടീസ്പൂൺ ഉലുവ നമുക്ക് എടുത്തതിന് ശേഷം ജസ്റ്റ് 1 ടീസ്പൂൺ എന്നല്ല, കുറച്ച് ഉലുവ, ഇപ്പോൾ ഒരു പിടി ഉലുവ എടുക്കുക, അത് നന്നായിട്ടൊന്ന് വറുക്കുക. വറുത്തതിന് ശേഷം അത് പൊടിച്ചിട്ട് അതിനെ നമുക്കിപ്പം രാവിലെ നമ്മളൊരു ഗ്ലാസ് വാം വാട്ടർ എടുക്കുക, അതായത് ഒരു ചെറിയ ചൂടുള്ള വെള്ളം, അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉലുവ പൊടി ഇടുക, എന്നിട്ട് നന്നായിട്ട് കലക്കുക, എന്നിട്ട് അത് കുടിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനൊരു കയ്പ്പ് രസമുണ്ട്, ഒരു വല്ലാത്തൊരു കയ്പ്പും ഒരു ചവർപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മിക്കവാറും ആൾക്കാർക്ക് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് ഒരു രീതിയാണ്. ഇത് നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഉള്ളവർക്ക് ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു വശമാണ്. ഇനി മറ്റൊരു കാര്യം ഉലുവയുടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഡയറ്റിനകത്ത്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ദോശമാവ് അരയ്ക്കുന്നു. നമ്മൾ ദോശമാവ് അരയ്ക്കുന്ന സമയത്ത് ചിലർ അരിയും ഉഴുന്നും അല്ലെങ്കിൽ ചോറ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചോറും കൂടെ ഇട്ട് അരയ്ക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതിലേക്ക് നമ്മൾ ഉലുവയും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു മണം വരും. അതിനൊരു ബ്രൗൺ കളർ, ചില ദോശ കണ്ടിട്ടില്ല നല്ല ബ്രൗൺ ആയിട്ട് മൊരിഞ്ഞിരിക്കുന്നത്, അത് ഈ ഉലുവ ഇടുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ ഒരു ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഉലുവ ഈ പറഞ്ഞതുപോലെ മണത്തിനും രുചിക്കും ആ ഒരു ഫ്ലേവറിനും വേണ്ടി മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി കൂടിയാണ് നമ്മൾ ശരിക്കും ഉലുവ ഉപയോഗിക്കുന്നത്. ഇത് കുക്ക് ചെയ്യാത്തൊരു ഫോമിലുള്ള ഉലുവയായിരിക്കുമല്ലോ, നമ്മൾ അരച്ചെടുത്ത് അതിനെ ഫെർമെൻറ്റ് ചെയ്ത് കുറച്ചും കൂടെ ഇഫക്റ്റീവാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കറികളിലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ദോശയിലും ദോശമാവിലും ഒക്കെ നമുക്ക് ഉലുവ ഉപയോഗപ്പെടുത്താം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഉലുവ വെള്ളമായിട്ട് എടുക്കാൻ പറ്റും. അതായത് വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 ടീസ്പൂൺ ഉലുവ, മുഴുവൻ ഉലുവ നന്നായിട്ട് കഴുകിയതിന് ശേഷം ടീസ്പൂൺ ഉലുവ ഇടുക. ഉലുവ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഇതൊരു 2 ഗ്ലാസ്, അത് 2 ഗ്ലാസ് രാവിലെ നമുക്ക് വേണമെങ്കിൽ 1 ഗ്ലാസ് എടുക്കാം. അതുപോലെ തന്നെ രാത്രിയിലും നമുക്ക് രാത്രി എന്ന് പറയുമ്പോൾ ഒരു 7 മണി ആ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ, വൈകുന്നേരങ്ങളിൽ വേണമെങ്കിൽ അങ്ങനെയും കുടിക്കാം. പക്ഷേ ഉലുവയുടെ അളവിനകത്ത് നമുക്കൊരു കൃത്യത ഉണ്ടായിരിക്കണം. 1 ടീസ്പൂണിന് മുകളിൽ, അത് ഇങ്ങനെ കൂനയായിട്ടുള്ളതല്ല, ജസ്റ്റ് നിരത്തിയിട്ടുള്ള അത്രയും മതി. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് അളവിൽ ഉലുവ വേണ്ട.
അപ്പം ഇത്രയും മതി. ഇപ്പം ഇത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഹൈലി ഡയബറ്റിക് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഒരുപാട് BP ഉള്ളവരോ ഒന്നും തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടറിൻ്റെ അഡ്വൈസ് ഇല്ലാതെ ഇത്തരത്തിലുള്ള പൊടിക്കൈകളൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർ എക്സസൈസിൻ്റെ കൂട്ടത്തിൽ ഇത് ചെയ്യാം. അപ്പോൾ ഒന്ന് ഉലുവയാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ. രണ്ടാമത്തത് ആപ്പിളാണ്. ഇപ്പം ആപ്പിൾ എല്ലാവരെ കൊണ്ടും ഇപ്പം നമുക്കറിയാം സീസണൊക്കെ ആകുമ്പം കിലോയ്ക്കൊക്കെ നല്ല റേറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതെല്ലാവരെ കൊണ്ടും നമ്മൾ സാധാരണക്കാരെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. എങ്കിലും പറ്റുന്നവർക്ക് ആപ്പിൾ ഇപ്പോൾ എല്ലാ ദിവസവും നമ്മളിപ്പോൾ സ്നാക്സിനും കാര്യങ്ങൾക്കും നമ്മൾ ചിലവഴിക്കുന്നതിനെക്കാട്ടിലും എത്രയോ ഹെൽത്തിയാണ് ആപ്പിൾ. നമ്മൾ എല്ലാ ദിവസവും ഒരെണ്ണം ഇപ്പോൾ വൈകുന്നേരത്തൊരു ചായ കഴിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ചായയും മറ്റ് പഴംപൊരി, വട ഇതൊക്കെ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ അതൊക്കെ കഴിക്കുന്നതിന് പകരം ഒരു മീഡിയം സൈസ് ആപ്പിൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വിശപ്പ് കട്ടാവുമെന്ന് മാത്രമല്ല, നമ്മൾ രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം കഴിക്കുന്നത് വരെയുള്ള നമ്മുടെ ക്രേവിങ്സും, ക്രേവിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹം തോന്നുമല്ലോ ചില കാര്യങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ചില മണങ്ങൾ വരുമ്പോഴൊക്കെ നമുക്കിത് കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നും. ആ ഒരു ഇത് നമ്മുടെ ബ്രെയിനിനകത്താണ് ഇത് തോന്നിപ്പിക്കുന്നത്. ശരിക്കും വയറിൻ്റെ വിളിയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രെയിനിൽ നിന്ന് നമ്മുടെ കാഴ്ചയും സ്മെല്ലും എല്ലാം കൂടെ ചേർന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരു തോന്നലാണ്. അപ്പോൾ അത്തരത്തിലുള്ള കെമിക്കൽ സെക്രീഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്രേവിങ് കൺട്രോൾ ചെയ്യാനായിട്ട് ആപ്പിൾ നമ്മളെ സഹായിക്കും. മാത്രമല്ല വയറ് ഫില്ലായിട്ടുള്ള ഒരു ഇത് തരും, ഒരു ഫീല് തരും. അതിനകത്ത് 4.5 ഗ്രാംസിന് മുകളിൽ ഫൈബർ ഉണ്ട് താനും. ഫൈബറിൻ്റെ ഒരു റിസോഴ്സാണ്. അപ്പോൾ ഈ ആപ്പിളിനകത്ത് മൈക്രോ ന്യൂട്രിയൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്യൂട്ടിക്കും ഹെൽത്തിനും അതുപോലെ തന്നെ സ്കിന്നിനും കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ബെലി ഫാറ്റ് കുറയ്ക്കാനും നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിനമൺ ആണ്. സിനമൺ എന്ന് പറയുമ്പോൾ കറുവപ്പട്ടയാണ്. കറുവപ്പട്ട നമുക്കറിയാം കൊളസ്ട്രോളിനും കാര്യങ്ങളിലൊക്കെ കറുവപ്പട്ടയുടെ പൊടി നമ്മൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ കറുവപ്പട്ട സ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇറച്ചിക്കറി, അതിപ്പം മട്ടൻ ആയാലും ബീഫ് ആയാലും റെഡ് മീറ്റ് ഒക്കെ കറി വയ്ക്കുമ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് കറുവപ്പട്ട എന്ന് പറയുന്നത്. ഇപ്പം ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ സ്പൈസസ് എല്ലാം, അതായത് ഇപ്പോൾ ഇഞ്ചി ആയാലും അതുപോലെ കുരുമുളകായാലും അതുപോലെ ഗ്രാമ്പൂ ആയാലും ഏലക്കായ ആയാലും കറുവപ്പട്ട ആയാലും എല്ലാം തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാനും ഈ കഴിക്കുന്ന റെഡ് മീറ്റിനകത്ത് ദുഷിച്ച അംശങ്ങളെല്ലാം ന്യൂട്രലൈസ് ചെയ്യാനും കൂടുതൽ എക്സസ് ഫാറ്റ് അബ്സോർബ് ചെയ്യിപ്പിക്കാതിരിക്കാനും നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഈ കറുവപ്പട്ട കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അളവിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് കറുവപ്പട്ട എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ബോഡിയുടെ കോർ ഹീറ്റിനെ ഇത് വളരെയധികം കൂട്ടുന്നുണ്ട് കറുവപ്പട്ട. അപ്പോൾ ഇങ്ങനെ കൂട്ടുമ്പോൾ നമുക്കിപ്പം ബെലി ഫാറ്റ് ഒക്കെ കുറയ്ക്കുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ചൂടൊക്കെ കൂട്ടുമ്പോൾ കുറച്ച് നല്ലതാണ്. ഫാറ്റ് ബേണിങ്ങിന് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അമിതമായാലും അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ഇതൊരു നിശ്ചിത അളവിലായിരിക്കണം. എത്രയാണ് അളവെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇപ്പോൾ ഒരു വിരലെടുക്കുകയാണെങ്കിൽ ഈ വിരലിൻ്റെ ഒരു പീസ്, ഈ ഒരു രേഖയുണ്ടല്ലോ, ഇത്ര മതി നമുക്ക് ഒരു ഇതിന്. അത് കഴിക്കാനല്ല ഞാൻ പറഞ്ഞത്, അത് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കുടിക്കുക. അത് വെള്ളം കുടിക്കുന്നത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടല്ല, നമ്മൾ കുറച്ച് നന്നായിട്ട് അതിനെ ലയിപ്പിച്ചിട്ട് ഈ ഒരു അളവിൽ നമുക്ക് വെള്ളം കുടിക്കാം. പക്ഷേ യൂറിനറി ഇൻഫെക്ഷനോ അല്ലെങ്കിൽ കണക്കിന് വെള്ളം കുടിക്കാത്ത ഒരാളാണെങ്കിൽ ഇത്ര തോതിലും കറുവപ്പട്ട ഉപയോഗിക്കാൻ പാടില്ല. കുറച്ചുകൂടെ കുറഞ്ഞ അളവിലായിരിക്കണം കറുവപ്പട്ട ഉപയോഗിക്കുന്നത്. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ്, നമ്മുടെ ബെലി ഫാറ്റ് കുറയ്ക്കാൻ നല്ലതാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഇത് ഇങ്ങനെ തന്നെ കഴിക്കണം എന്നില്ല. ഇത് നമുക്ക് നമ്മുടെ കറികളിലോ അല്ലെങ്കിൽ സിനമൺ ടീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സിനമൺ ടീ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ കറുവപ്പട്ടയുണ്ട്. ഈ ആപ്പിളിൻ്റെ ഒരു പകുതി ആപ്പിൾ എടുത്തിട്ട് അതിനെ കഷ്ണങ്ങളായിട്ട് അരിയുക. അരിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയ പീസ് കറുവപ്പട്ടയും കൂടെ അതിനകത്തേക്ക് ഇടുക. കറുവപ്പട്ടയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നല്ലൊരു ഫ്ലേവറും ഉണ്ട്. ഈ കട്ടൻ ചായ ഒക്കെ കുടിക്കുന്ന ആൾക്കാർക്ക് കട്ടൻ ചായ കുടിക്കാതെ തന്നെ അതിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ആപ്പിൾ സിനമൺ ടീ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ആപ്പിളിൻ്റെ ഗുണവും കിട്ടും, സിനമണിൻ്റെ ഗുണവും കിട്ടും, നമുക്ക് ബെലി ഫാറ്റ് കുറയുകയും ചെയ്യും. ഒരു 4 മണി 5 മണി നേരത്തൊക്കെ നമുക്ക് വിശപ്പ് കട്ട് ചെയ്യാനും ഈ പറഞ്ഞതുപോലെ ചായ കാപ്പിയൊക്കെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഈ പറഞ്ഞത്. അത് മാത്രമല്ല നമുക്ക് കഴിഞ്ഞിട്ട് അതിന് ആപ്പിൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു പകുതി ആപ്പിൾ അതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ തിളപ്പിക്കുന്നതെന്ന്. അപ്പോൾ ഒരു കപ്പാണെങ്കിൽ അതിനകത്ത് അത് ശരിക്കും പറഞ്ഞ ഒരു സ്നാക്കിംഗ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതും നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഞാൻ ഈ വെയിറ്റ് ലോസ് എല്ലാവരും ചോദിക്കുന്നുണ്ട് വെയിറ്റ് എങ്ങനെയാണ് കുറച്ചതെന്ന്. വെയിറ്റ് കുറച്ചത് കുറച്ചധികം കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് വെയിറ്റ് കുറച്ചത്. എക്സസൈസിൻ്റെ കൂടെ തന്നെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്.
എന്നാൽ നമുക്ക് ന്യൂട്രിയൻസ് കുറയാനും പാടില്ല. എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വിശപ്പ് കുറയ്ക്കുക അല്ലെങ്കിൽ ഭക്ഷണം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ മുടി കൊഴിച്ചിൽ വരും, ക്ഷീണം വരും, കണ്ടാൽ തന്നെ എന്തോ ഒരു വല്ലാത്തൊരു അവസ്ഥ. മറ്റുള്ളവർ പറയും എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയൊന്നും ചോദിക്കാതിരിക്കേണ്ട രീതിയിലാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതിന് തന്നെ നമ്മൾ ആരോഗ്യപരമായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും കൂടി വേണം. എല്ലാം ഒഴിവാക്കി എന്ന് പറയുന്നതിനെക്കാട്ടിലും ഉൾപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഓപ്ഷനാണ് ഇത്. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർലിയാണ്. ബാർലി നമുക്ക് പൊതുവേ കേട്ടിട്ടുള്ള ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരുന്ന സമയത്താണ് ഈ ബാർലി വെള്ളം കുടിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. ബാർലി വെള്ളം കുടിക്കുക നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണയായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഒപ്പം ഫൈബർ റിച്ച് ആണ്, ഏറ്റവും വലിയൊരു ഫൈബറിൻ്റെ സോഴ്സാണ്. നമ്മളെ കുറേ നേരം വിശക്കാതെ അല്ലെങ്കിൽ വിശപ്പ് ഫീൽ ചെയ്യിപ്പിക്കാതെ നമ്മളെ ഇരുത്തുകയും ചെയ്യും. മാത്രമല്ല ഇപ്പോൾ ബാർലി വെള്ളം ഉണ്ടാക്കുക എന്നുള്ളതിലുപരി ഇപ്പോൾ രാത്രിയിലോ അല്ലെങ്കിൽ ഇടനേരങ്ങളിലൊക്കെ ഇത് ഉപ്പുമാവ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കിച്ചടി എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. ഉപ്പുമാവ് പോലെ നമുക്കിതിനെ ചെയ്തെടുക്കാം. കുറച്ച് ഉള്ളിയും അതുപോലെ തക്കാളിയും പിന്നെ വെജിറ്റബിൾസ് ഇപ്പോൾ ക്യാരറ്റ്, ബീൻസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് നല്ലൊരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു മെയിൻ കോഴ്സായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. രാത്രിയിൽ അത്യാവശ്യം നല്ല ഫില്ലിങ്ങും ആണ്, എന്നാൽ വെയിറ്റ് ഒട്ട് കൂടത്തുമില്ല. ഇപ്പം ചോറിൻ്റെ പകരം ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ല, അതിനൊരു ന്യൂട്രൽ ടേസ്റ്റ്. എന്തിൻ്റെ കൂടെ ഇട്ടോ അതിൻ്റെ രുചി എന്ന് ഓട്സിൻ്റെ കാര്യം പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ഓപ്ഷനാണ്. അത് വളരെ നല്ലതാണ്. ഇതുപോലെ തന്നെയാണ് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ നമ്മുടെ ഓട്സിൻ്റെ കാര്യം പറയുന്നത്. പക്ഷേ ഓട്സിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് എടുത്ത് പറയണത് നമുക്ക് കിട്ടുന്ന ഓട്സ് അല്ല, ഈ റോൾഡ് ഓട്സ് ഉണ്ട്. അതായത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ 2-3 ടൈപ്പ് ഓട്സ് ഉണ്ട്. ഞാൻ ഓട്സ് തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് എങ്ങനെ ഓട്സ് കഴിക്കാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓട്സിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ റോൾഡ് ഓട്സ് നമ്മൾ തിരഞ്ഞെടുക്കുക, അത് വേവിക്കാതെ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഉപ്പുമാവ് പോലെ പോഹ അങ്ങനെയൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ ചെയ്തെടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം ഞാൻ ഇന്ന് ഈ പറഞ്ഞ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സൂപ്പർ ഫുഡിനെ കുറിച്ചാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മളിപ്പം നമ്മുടെ ഡീറ്റോക്സ് വാട്ടറിനകത്ത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ല നമ്മുടെ ഡയറ്റിൽ എങ്ങനെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചി ചായ കുടിക്കുന്ന അല്ലെങ്കിൽ ഇഞ്ചി ഉണക്കുന്നതാണല്ലോ ചുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചുക്ക് ഇട്ടിട്ട് നമുക്ക് ചുക്ക് കാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ പണ്ടേ തൊട്ട് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഗുണം ഇപ്പോഴാണ് അറിഞ്ഞു വരുന്നത്. അപ്പോൾ അത് ചുക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ മാറി മാറി ചെയ്യാം. നമുക്ക് ഏതാണ് സ്യൂട്ട് ആവുന്നതെന്നുള്ളത് നമുക്കത് ഉപയോഗിച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അത് ഒരു കാര്യമാണ്. കാരണം ചില ഇൻഗ്രീഡിയൻസ് നമുക്ക് ചിലപ്പോൾ ചില നെഞ്ചരിച്ചിൽ പോലെ വരാം, അല്ലെങ്കിൽ ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നം വരാം. അങ്ങനെയൊക്കെ സാധാരണഗതിയിൽ ചിലർക്കൊക്കെ വരാറുണ്ട് പുതിയ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ എല്ലാം കൂടെ ഉപയോഗിക്കാൻ നിൽക്കേണ്ട, എല്ലാം മിതമായ അളവിൽ ഉപയോഗിക്കുക, പറഞ്ഞ അളവിൽ ഉപയോഗിക്കുക. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുത്തിട്ട് മാത്രം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് നാൾ നമ്മൾ ചെയ്താൽ മാത്രമേ ഇതിന് ഗുണം അറിയൂ. ഇന്ന് ചെയ്തിട്ട് ഞാൻ 7 ദിവസം കൊണ്ട്, ഞാൻ 10 ദിവസം കൊണ്ട്, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ 2-3 മാസം നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു നടത്തമോ അങ്ങനത്തെ ഒരു ലൈറ്റർ ആയിട്ടുള്ള ഒരു എക്സസൈസിൻ്റെ കൂടി ഇതുകൂടെ ചെയ്താൽ അത്യാവശ്യം നിങ്ങളുടെ വെയിറ്റും അല്ലെങ്കിൽ വയറും ഒക്കെ കുറേനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.